നമസ്കാരം, എല്ലാവർക്കും ഷേളീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മസാല ചായയാണ്. ചായയോട് മുഹബത്തില്ലാത്ത ആരും കാണില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചായ ഓർമ്മ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പ്രിയപ്പെട്ട ഏതെങ്കിലും യാത്രയിൽ നമ്മൾ കുടിച്ച ഒരു ഗ്ലാസ് ചായ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് ടീ, അല്ലെങ്കിൽ മഴയത്തൊക്കെ നമ്മളിങ്ങനെ ചായ ആസ്വദിച്ച് കുടിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ. ചായ വിശേഷം ഒരിക്കലും പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് നമ്മൾക്ക് നേരെ ഇനി മസാല ടീ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. 2 പേർക്ക് കുടിക്കാൻ പറ്റുന്ന മസാല ടീയാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു മീഡിയം സ്ട്രോങ് ആയിട്ടുള്ള മസാല ടീയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. 1 ഗ്രാമ്പു, 3 പീസ് ഏലക്ക, ഒരു 1.5 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള ഒരു പട്ട, 1.5 ഇഞ്ച് വലിപ്പമുള്ള കുറച്ച് തിക്നെസ് കൂടിയ ഒരു പീസ് ഇഞ്ചിയുടെ കഷ്ണം. ഇത് നമ്മുടെ ചായയിലേക്ക് ആവശ്യമായ ഷുഗർ. പിന്നീട് നമുക്ക് മിൽക്ക് വേണം. നമ്മളിവിടെ ഇളം ചൂടുള്ള മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമായത് ചായപ്പൊടി അഥവാ ടീ പൗഡർ. ഇത് നമ്മുടെ ചായ അരിച്ചെടുക്കുന്ന പാത്രവും ഒരു സ്ട്രെയിനറുമാണ്. ഇത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം. എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ നേരെ ടീ ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ മസാലകളെല്ലാം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടും. ഡയറക്റ്റ് ഇടുവാണെങ്കിൽ നമുക്ക് അത്ര ഫ്ലേവർ കിട്ടില്ല. നമ്മൾ ഇഞ്ചി, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളവും ഒരു 1.25 ഗ്ലാസ് പാലും അതാണ് കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ടീ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സിന് 2 ടീസ്പൂൺ ഡസ്റ്റ് ടീ ആണ് ഇട്ടിരിക്കുന്നത്, പൊടിത്തയില. കൂടി സ്ട്രോങ് ആയിട്ടുള്ള ടീ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ടീ പൗഡർ അളവ് മാറ്റി യൂസ് ചെയ്യാം. തേയിലപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 40 സെക്കൻഡൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ചായ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇവിടെ ഇതിനും അളവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഷുഗർ നിങ്ങൾക്ക് ചേർക്കാം. നമ്മുടെ ടീ തിളച്ച് തുടങ്ങി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം ഇതിട്ട് തിളപ്പിക്കരുത്, കാരണം തേയിലയിൽ നിന്നുള്ള കറ ഇറങ്ങും. അപ്പോൾ നമ്മുടെ ടീ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം കുടിക്കാനുള്ള കാലതാമസം മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ ചായ ഒന്ന് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഉറപ്പായിട്ട് നമ്മുടെ ടീ ഒരു 1-2 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ചായയ്ക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. ചായ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ ടീ. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ഏലക്കയുടെയും ആ പട്ടയുടെയൊക്കെ. ആദ്യമായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഈ ചായ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാല് നല്ലതുപോലെ ഒരു ബോട്ടിലിലോ നല്ലതുപോലെ ബീറ്റർ വെച്ചോ എന്തെങ്കിലും ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് ആ പദം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേളീസ് മൈക്രോ കിച്ചൺ.